എൻ്റെ ചക്കപ്രാന്ത് കാരണം കൊണ്ട് നാട്ടിൽ നിന്ന് വന്നപ്പോൾ അമ്മ ഉണക്കി തന്നു വിട്ടതാണ് കേട്ടോ ഈ ചക്ക. അപ്പോൾ ചക്ക എന്ന് പറഞ്ഞ് ഗസ് ചെയ്താൽ എല്ലാവർക്കും ഒത്തിരി താങ്ക് യു. അപ്പോൾ ഇത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തിടാൻ പോവാണ്. എന്നിട്ട് നമുക്ക് സാധാരണ ചക്കുപ്പേരി വയ്ക്കണ പോലെ ഉപ്പേരി വയ്ക്കാം. സാധാരണ കപ്പയും മാങ്ങയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണക്കിയത് ഉപയോഗിക്കാറുണ്ടെങ്കിൽ ചക്കേനെ അധികം ഉപയോഗിച്ച് കണ്ടിട്ടില്ല. പക്ഷെ ചക്കയാണെന്ന് തോന്നണം, എനിക്ക് തോന്നണം സെയിം ടേസ്റ്റിൽ ഉപ്പേരി വയ്ക്കുമ്പോൾ എനിക്ക് വലിയ വ്യത്യാസമൊന്നും തോന്നുന്നില്ല. നമ്മുടെ ഫ്രഷ് ചക്ക ഉപ്പേരി വെച്ച പോലെ തന്നെയാണ്. നല്ല കട്ടൻ ചായയുടെ കൂട്ടത്തിൽ അടിപൊളിയായിരുന്നു കേട്ടോ ഈ ചക്കുപ്പേരി. അപ്പോൾ ഞാൻ ദേ വേവിച്ച് റെഡിയാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉള്ളിക്ക് പകരം സവോളയാണ് ഉപയോഗിക്കുന്നത്. ഉള്ളി ഉണ്ടായിരുന്നില്ല, ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ഇത് നന്നായിട്ട് മൂപ്പിച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുത്തുമുളക് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിരുന്നു. ഞാനങ്ങനെ തോരൻ അങ്ങനെ വെച്ചു. എന്നിട്ട് ദേ നല്ല കട്ടൻ ചായയുടെ കൂടെ അങ്ങോട്ട് കഴിച്ചു. അപ്പോൾ രണ്ട് തരത്തിലുള്ള ചക്ക ആയത് കാരണം കൊണ്ട് രണ്ട് തരം വേവായിട്ടാണ് എനിക്ക് കിട്ടിയത്. അതല്ലെങ്കിൽ കുറച്ചും കൂടെ പെർഫെക്റ്റ് ആയേനെ. എന്നാലും അടിപൊളിയാണ്. നിങ്ങൾ എന്തായാലും ഇങ്ങനെ പരീക്ഷിച്ച് നോക്ക്. ചക്ക ഉണക്കി ഇത് ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആണ്, അടിപൊളിയാണ്.